ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്ലീവിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ ചുരിദാർ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്യാതെ നെക്കും അതിൻ്റെ അടുത്തായിട്ട് 1 ഇഞ്ച് അകലത്തിൽ റൗണ്ടിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ടു ആൻഡ് ഹാഫ് അകലത്തിൽ സർക്കിൾ വരച്ചിട്ട് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാം. കോയിനോ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വരച്ചെടുത്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 10 സ്റ്റാൻഡ്സ് ആയിട്ടാണ് ഇത് കോർത്തെടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ തുന്നുന്ന സൂചി തന്നെയാണ് ഇതിനുപയോഗിക്കുന്നത്. ഇതുപോലെ സർക്കിൾ വരച്ചെടുത്ത് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാം. സെൻറ്ററിൽ 2 ലൈൻ വരച്ചിട്ട് ഒരു 5 പ്രാവശ്യം സൂചിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിയെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കുത്തി ഇറക്കി കൊടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ മെൻഷൻ ചെയ്യാം. അത് പോയി ഒന്ന് കണ്ടു നോക്കുക. അതിൽ ബുള്ളിയൻ റോസിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഉണ്ട്. സിൽക്ക് ത്രെഡ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക. പെട്ടെന്ന് കെട്ടുകുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൂചിയിലേക്ക് ചുറ്റിക്കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചെയ്തെടുക്കാം. തുടങ്ങിയിടത്തുനിന്ന് തന്നെ കുത്തി ഇറക്കി കൊടുക്കുക. സെൻറ്ററിൽ 2 ലൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി സൂചിയിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നതിൻ്റെ അളവ് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനിന് കണക്കാക്കിയിട്ട് എടുക്കുക. അതിനനുസരിച്ചിട്ട് സൂചിയിൽ റൗണ്ട് ചെയ്തെടുക്കുക. ഇതിൽ കാണുന്നത് പോലെ റൗണ്ട് ചെയ്ത് ഈ ഒരു സർക്കിൾ പൂർത്തിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ബുള്ളിയൻ റോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് അകലാണ് ഓരോ ബുള്ളിയൻ റോസിനും ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞു ബീഡ്സുകൾ കോർത്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഒഴിവാക്കി വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഓരോ ബീഡ്സും കോർത്തെടുത്ത് കുത്തി ഇറക്കി കൊടുക്കുക. പേള് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലേക്കായിട്ട് നമുക്ക് സിൽക്ക് ത്രെഡ് തന്നെ ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം.
8 സ്റ്റാൻഡ്സ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ത്രെഡ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ 2 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് അവിടെ തന്നെ കുത്തി ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു നൂല് മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് പതുക്കെ വേണം വലിച്ചെടുക്കാൻ. എന്നാൽ നൂല് കെട്ടുകുടുങ്ങാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പുള്ളിയൻ റോസ് ചെയ്ത ത്രെഡ് കൊണ്ടും നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റോസും പീച്ചും കളറിൽ ഇടകലർത്തിയിട്ടാണ് നമ്മളിതിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ ഡിസൈൻ തന്നെ നമുക്ക് ചുരിദാറിൻ്റെ കൈകളിലും ചെയ്തെടുക്കാം. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ഒന്ന് മുന്നോട്ടേക്ക് പോവുക. അത് ഞങ്ങൾക്ക് ചെയ്യുന്ന വലിയ സപ്പോർട്ടായിരിക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്കിൻ്റെ ഡിസൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ സ്ലീവിലും ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.